ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് നോമിനേറ്റിംഗ് കോൺട്രാക്ട് പ്ലെയർ വെർത്താണോ, പിന്നെ 900 കോയിന് ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്ന ഷോർട്ട് ടൈം പാക്ക് വെർത്താണോ, പിന്നെ ഡെയിലി ഗെയിം പാക്ക് വെർത്താണോ, പിന്നെ മൺഡേ വരാൻ പോകുന്ന പാക്ക് വെർത്താണോ, അതിലൊന്നും ചാടിക്കറി സ്പിൻ ചെയ്യാണ്ട് വെർത്താണോ എന്നൊക്കെ നോക്കിയിട്ട് സ്പിൻ ചെയ്യുക. പിന്നെ ഈ ഇപ്പോൾ വന്നേക്കണ ഈ കോമൻ്റെ മാനേജർ ഇങ്ങനെ സെറ്റാണ്. അപ്പോൾ ഇപ്പോൾ വന്നേക്കണ കുറച്ച് പ്ലെയേഴ്സ് വെർത്താണോ എന്നൊക്കെ നോക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ താല്പര്യമുള്ളവരൊക്കെ ഒന്നേരം ഇൻസ്റ്റാഗ്രാമിലും കൂടി കയറി ഫോളോ ചെയ്തേക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടൊന്ന് തുടങ്ങിയേക്കാം. പാക്ക് ഓപ്പണിംഗ് ഒന്നല്ല, ഈ ഒരു ഫ്രീ ട്രൈ എനിക്ക് കിട്ടിയതാണ് ഒലീസേന. പിന്നെ വെറുതെ ഒന്ന് കറക്കാം. എന്തായാലും ഫ്രീ ട്രൈ അല്ലേ, പ്ലേയേഴ്സിന് കിട്ടും, റിലീസാക്കി കളയാം. പിന്നെ വേറൊരു കാര്യം, ഫ്രീ ട്രൈ ആണെങ്കിൽ എല്ലാ ദിവസവും കൂട്ടി വയ്ക്കാൻ പറ്റില്ല. അന്നു തന്നെ കറക്കി വിടണം, കൂട്ടി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാക്ക് നോക്കാം. 900 കോയിന് ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്ന ഷോർട്ട് ടൈം പാക്ക്. അപ്പോൾ ആദ്യം നോക്കണം ഹാരി കെയിൻ്റെ ഒരു ഡീപ്പ് പ്ലേയിങ് ഫോർവേഡ് കാർഡാണ് കൊണ്ടുവന്നേക്കണത്. കുറച്ച് പറയാനാണ്, ബുള്ളറ്റ് ഹെഡറാണ് സ്കില്ല്. പിന്നെ സ്റ്റാറ്റ്സൊക്കെ ബാലൻസ് ആയിട്ടാണ് കൊടുത്തേക്കണം. അപ്പോൾ വലിയൊരു സെറ്റ് കാർഡായിരിക്കില്ല, ഇതിനേക്കാളും നല്ല ഫുൾ പ്ലേസ് എല്ലാ കയ്യിലും കാണും. പിന്നെ അത്ര സെറ്റൊന്നുമല്ല. പിന്നെ ഡീപ്പ് ലൈൻ ഫോർവേഡ് ഉപയോഗിക്കാൻ അറിയാവുന്നതൊക്കെയാണ് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ സ്റ്റാറ്റ്സൊക്കെ ഇച്ചിരി ബാലൻസ് ആക്കിയാൽ കൊടുത്തിട്ടുള്ള. പിന്നെ ഞാൻ പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്കി എടുക്കാവുന്നതാണ്. അത്ര സെറ്റ് കാർഡൊന്നുമല്ല. ഈ 900 കോയിന് വെർത്താവുന്നൊരു കാർഡല്ലേ ഹാരി കെയിൻ്റെ ഈ ഒരു കാർഡ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗോൾ കീപ്പറിൻ്റെ അവിടെ നോക്കാം. ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ്. ആളുടെ സ്റ്റാറ്റ്സും കവറേജൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ റീച്ച് ഇച്ചിരി കുറവാണ്. അപ്പോൾ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഒക്കെ വരുമ്പോൾ മിക്കവാറും പണിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി 18-ാം തീയതി ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ തന്നെ ഒലിവർക്കാൻ്റെ കിട്ടാണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ടൊക്കെ കറക്കാൻ നോക്കുക. പിന്നെ നോക്കുകയാണെങ്കിൽ സാവിൻ്റെ ഈ ഒരു കാർഡ് ഓൾ പ്ലെയർ കാർഡാണ്. അപ്പോൾ നല്ല രീതിക്ക് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രിബിളിങ്ങും ബോൾ കൺട്രോളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് പോയി കറക്കാം. പക്ഷേ സാവി സിമോണ് കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ല. ഇതിൽ ഞാൻ പറയണത് ഈ 3 കാർഡിലും ഈ ഒരു ഹോൾ പ്ലെയർ കാർഡ് ഇച്ചിരി വെർത്താണ് സാവിൻ്റെ. പിന്നെ നല്ലൊരു ഗോൾ കീപ്പർ ഇല്ലാത്തവർക്ക് ഈ ഒബ്ലാക്കും കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. പിന്നെ ഈ ഹാരി കെയിൻ്റെ കാർഡ് ഡീപ്പ് ലൈൻ ഫോർവേഡ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഡീപ്പ് ലൈൻ ഫോർവേഡ് ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇപ്പം പറയണത് 900 കോയിൻ വെറുതെ കൊണ്ട് കറക്കണ്ടെന്നായിരിക്കും. അത്രയ്ക്ക് സെറ്റ് കാർഡൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഈ ഒരു 900 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 900 കിട്ടാൻ ചാൻസ് കുറവാണെന്ന് കൊണാമി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് നോമിനേറ്റിംഗ് കോൺട്രാക്ട് പാക്ക് നോക്കാം. അപ്പോൾ നോമിനേറ്റിംഗ് കോൺട്രാക്ട് അത്ര കൊള്ളൂലാത്ത പാക്കാണെന്ന് പറയാനുള്ള. നമുക്ക് ആദ്യം തന്നെ ആ 4 സ്റ്റാർ പ്ലേയേഴ്സ് വെക്കാം. 4 സ്റ്റാറിൽ നിങ്ങൾക്ക് വേണ്ട 2 പ്ലേയേഴ്സ് എടുക്കാം. പിന്നെ അത്ര സെറ്റൊന്നും അല്ല, 4 സ്റ്റാറിൽ കൊണ്ടുതന്നെ സെറ്റ് പ്ലേയേഴ്സ് അല്ല എടുത്ത് വെക്കാവുന്നേ ഉണ്ടാവുള്ളൂ, കളിപ്പിക്കാനൊന്നും പോകില്ല. പിന്നെ 5 സ്റ്റാർ നോക്കുന്ന സമയത്ത് ഇതിൽ 2 പ്ലേയേഴ്സ് ഉപയോഗിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ വിങ്ങറെ നോക്കുന്നവരാണെങ്കിൽ ഇവരെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അത്ര സെറ്റ് സ്റ്റാറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സാണ്, വിങ്ങറൊന്നും ഇല്ല, അങ്ങനത്തെയൊക്കെ പ്ലേയേഴ്സ് ആണെങ്കിൽ ഇവരെ എടുക്കാവുന്നതാണ്. അത്ര സെറ്റ് സ്റ്റാറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അടുത്ത ഈ 2 പ്ലേയേഴ്സ് ഉപകാരപ്പെടാണ്ട്. ഈ ഒരു ഫ്രട്ടേഴ്സിൻ്റെ ഈ ഒരു കാർഡ് ഹോൾ പ്ലെയർ കാർഡാണ്. CMF മിഡൊക്കെ കവർ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കാർഡാണ്. നല്ല ബാലൻസ് സ്റ്റാറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡിഫെൻസിങ് ആയാലും കുഴപ്പമില്ലാണ്ട് കൊടുത്തിട്ടുണ്ട് CMFന് വേണ്ടിയുള്ള. പിന്നെ നോക്കുകയാണെങ്കിൽ പാസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ ഒരു റെയർ കാർഡെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനത്തെ കാർഡൊന്നും ആരെങ്കിലും ഇല്ലെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ നോമിനേറ്റിംഗ് കോൺട്രാക്ട് ഇന്നും കൂടെ എക്സ്പയർ ആയി പോകും. അതുകൊണ്ട് ഞാൻ ഇവനെ എടുക്കാൻ പോകുന്നതാണ്, ഫ്രട്ടേഴ്സിൻ്റെ കാർഡ്. ഫ്രട്ടേഴ്സിനെ എടുത്തിട്ടുണ്ട്. ഞാൻ ഗോൺസാലോ റാമോസിനെ എടുക്കാതെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവൻ്റെ ഒരു കാർഡ് ഉണ്ട്, പ്ലെയർ ഓഫ് ദി വീക്ക്, അതുകൊണ്ടാണ് എടുക്കാത്ത. അപ്പോൾ ഈ ഗോൺസാലോ റാമോസിൻ്റെ കാർഡ് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റാറ്റ്സും ബാലൻസ് ആണ്. പക്ഷേ ഓരോ ഡിഫൻഡേഴ്സിന് മുമ്പിൽ പിടിച്ചിരിക്കാനുള്ള കഴിവുണ്ട്. ഫിസിക്കാലിറ്റി ഒക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് ഫിസിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിഫൻഡറിന് മുമ്പിലൊക്കെ നല്ല രീതിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയൊരു കാർഡാണ് ഈ ഒരു
റാമോസിൻ്റെ ഒരു കാർഡ്. അപ്പോൾ നല്ലൊരു ഗോൾ പോച്ചറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എടുക്കാവുന്നൊരു കാർഡാണ്. പിന്നെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പൊസിഷനാണ് ആവശ്യം ആ പൊസിഷൻ എടുക്കുക. അല്ലെങ്കിൽ എല്ലാ കാർഡും ഉണ്ടെങ്കിൽ എക്സ്പയർ ആയി പോകണമെങ്കിൽ ഫ്രെറ്റേഴ്സിൻ്റെ ഈ കാർഡ് എടുക്കാം, പിന്നെ ഈ ഗോൺസാലോ റാമോസിൻ്റെ ഈ കാർഡ് എടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഡെയിലി ഗെയിമിൻ്റെ ഒരു എപ്പിക് പ്ലെയർ നോക്കുകയാണെങ്കിൽ ഒക്കാസാക്കിൻ്റെ സ്റ്റാറ്റ്സൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ബാലൻസ് സ്റ്റാറ്റ്സാണ് കൊടുത്തേക്കണം. പക്ഷേ പ്ലേയിങ് സ്റ്റൈൽ ഡമ്മി റണ്ണറാണ്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഡമ്മി റണ്ണർ ഉപയോഗിക്കാൻ അറിയാവുന്നവരുണ്ട് എസ്എസ്സിൽ കിട്ടുക. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു കാർഡാണ് ഒക്കാസാക്കിൻ്റെ കാർഡ്. സ്റ്റാറ്റ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ പ്ലേയിങ് സ്റ്റൈൽ മാത്രമേ വിഷയമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിക്കാൻ പറ്റണവർക്കൊരു നല്ലൊരു കാർഡ് തന്നെയാണ് ഈ ഒക്കാസാക്കിൻ്റെ ഒരു കാർഡ്. ജപ്പാനിലുള്ള ലെജൻഡ് വല്ലതും ആയിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഒരു ഡോവിൻ്റെ ഈ കാർഡ് ഡുവോ എന്നൊക്കെ പറയാം. ഈ ഒരു ഡുവോൻ്റെ ഈ ഒരു കാർഡ് റോമിങ് ഫ്ലാങ്കാണ്. ബ്ലിറ്റ്സ്കേളിന് സ്കില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു കാർഡാണ്, നല്ല കേളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒലീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേളൊക്കെ ഇച്ചിരിയും കൂടി ഒലീസൊക്കെയാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സെയിം ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു കാർഡ് തന്നെയാണ്. ബ്ലിറ്റ്സ്കേളൊന്നും ഇല്ലാത്തവർക്കൊരു നല്ലൊരു ബ്ലിറ്റ്സ്കേൾ നല്ലൊരു 2 ബ്ലിറ്റ്സ്കേൾ ഫ്രീ കാർഡാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത് പറഞ്ഞാൽ. എനിക്ക് 2 ബ്ലിറ്റ്സ്കേൾസിനും കിട്ടിയിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിലെ ഫസ്റ്റ് 2 ബ്ലിറ്റ്സ്കേളാണിത്. അപ്പോൾ നല്ലൊരു കേളും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മാനേജർ. അപ്പോൾ ഈ കോമൻ്റെ ഈ മാനേജറെ പറ്റി നോക്കുമ്പോൾ പൊസിഷൻ ഗെയിം കൗണ്ടറാണ്. അപ്പോൾ തന്നെ ഒരു പെപ് ഗാർഡിയോളിൻ്റെ പൊസിഷൻ ഗെയിം കൊടുക്കുന്നുണ്ട്. പിന്നെ റൈക്കാർഡിൻ്റെ കിക്ക് കൗണ്ടർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെപ് ഗാർഡിയോള റൈക്കാർഡൊക്കെ ഉള്ളവരൊന്നും ഇത് എടുക്കണ്ട. അത്ര സെറ്റ് മാനേജർ പാക്കൊന്നും അല്ല ഇത്. പിന്നെ ലോങ് ബോൾ കൗണ്ടറൊന്നും അല്ല, ലോ പാസും ഹെഡിങ് ഒക്കെ കൊടുത്തേക്കണം. ലിങ്കപ്ലേ നോക്കുകയാണെങ്കിൽ സാധാ ലിങ്കപ്ലേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വേണ്ടവർക്ക് പോയി എടുക്കാം. പൊസിഷൻ ഗെയിമാണ് വേണമെങ്കിൽ നിങ്ങൾ ഈ പെപ് ഗാർഡിയോള പോയി എടുക്കാൻ നോക്കുക, അതായിരിക്കും ഇച്ചിരി കൂടി നല്ലത്. എടുത്ത് നോക്കുകയാണെങ്കിൽ ടൊണാലിൻ്റെ ഈ ഒരു കാർഡ്. അപ്പോൾ ഈ ഒരു കാർഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു CMFന് വേണ്ട സ്റ്റാറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പാസിങ് ആയാലും ഡിഫൻസിങ് ആയാലും എല്ലാം കുഴപ്പമില്ലാത്ത രീതി ബാലൻസ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രീ കാർഡിനെ പറ്റിയ എല്ലാ സ്റ്റാറ്റ്സും ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് പോയി കളിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് മൺഡേ വരാൻ പോണ പാക്ക് നോക്കാം. അപ്പോൾ മൺഡേ വരാൻ പോണ പാക്കിൽ നെയ്മറുണ്ട്. നെയ്മറിൻ്റെ ഒരു ഹോൾ പ്ലെയർ കാർഡാണ്. നല്ല രീതിക്ക് ബോൾ കൺട്രോളും ഫിനിഷിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ടോപ്പ് ഒരു ബെസ്റ്റ് ഹോൾ പ്ലെയർ തന്നെ ആയിരിക്കും ഗെയിമിൽ. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ മാൽഡീനീൻ്റെ ഒരു കാർഡ്. അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. ഡിഫെൻസിങ് ആയാലും സ്പീഡുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്ക് കാർഡാണ്. അപ്പോൾ അടിപൊളി കാർഡ് തന്നെയാണ്. പക്ഷേ ഇതിന് മുമ്പ് ഒരു മാൽഡീനി വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പം കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ്. പിന്നെ അടുത്തത് റൗളിൻ്റെ ഒരു കാർഡ്, അതൊരു ഡമ്മി റണ്ണറാണ്. അപ്പോൾ ഡമ്മി റണ്ണർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കറക്കുക. പിന്നെ നെയ്മറിൻ്റെ ഹോൾ പ്ലെയർ കാർഡെന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് 20ൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത്രയും സെറ്റല്ല, പക്ഷെ 20 ഉള്ളവർ ഇത് കറക്കണ്ടായിരിക്കും. നെയ്മർ ഫാൻസ് വല്ലാണ്ട് കറയിക്കുക. പിന്നെ നല്ലൊരു ഹോൾ പ്ലെയർ ഒന്നും ഇല്ലെങ്കിൽ കറക്കം ഒരു ബെസ്റ്റ് ഹോൾ പ്ലെയർ കാർഡ് തന്നെയാണ്. മാൽഡീന് നേരത്തെ ഒരു മാൽഡീന് ഉണ്ടായിരുന്നു. അതുള്ളവരാണെങ്കിൽ ഈ മാൽഡീന് കറക്കണ്ട, വലിയ ഡിഫറൻസ് ഒന്നും വന്നില്ല, ഒട്ടും ഡിഫറൻസ് വന്നില്ല. പിന്നെ റൗള് ഡമ്മി റണ്ണർ, അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പറയാം, ഇൻസ്റ്റാഗ്രാമിലും കൂടി കയറി ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, ബൈ.